നമസ്കാരം, ഞാൻ ജീവൻ കുമാർ വിശ്വകർമ്മൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏലിയൻ ബ്രെയിൻ മലയാളം. സാധാരണഗതിയിൽ ഒരു വീഡിയോ കണ്ട ഉടനെ തന്നെ ഞാൻ വീഡിയോ ചെയ്യാറില്ല. അതിന് റെസ്പോൺസീവായിട്ട് ഒരു വീഡിയോ ചെയ്യാറില്ല. സാധാരണഗതിയിൽ ഒരു മാസം കഴിഞ്ഞിട്ടോ ഒരു വർഷം കഴിഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കും അതിന് ചുറ്റി ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളത്. ബട്ട് ദിസ് വീഡിയോ മെയ്ഡ് മീ ലിറ്ററലി വാണ്ട് ടു മേക്ക് എ വീഡിയോ സഡൻലി. ആ വീഡിയോ എന്തെന്ന് വെച്ചാൽ മനസ്സിലാക്കണം. കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. പപ്പ എന്നുള്ള സിനിമയുടെ ട്രെയിലറായിരുന്നു. ഈ സിനിമയുടെ ട്രെയിലറിനെ കുറിച്ച് പെട്ടെന്ന് സംസാരിക്കാനുള്ള കാരണം, ദിലീപിൻ്റെ കേസ് സ്റ്റാർട്ട് ചെയ്ത കാലം തൊട്ട്, അതായത് ആ നടി ആക്രമിക്കപ്പെട്ട ആ ദിവസം ആ ന്യൂസ് ഫ്ലാഷ് ആയിട്ട് വരുമ്പോൾ തന്നെ കണ്ട ഒരാളാണ് ഞാൻ. അന്ന് മുതൽ തന്നെ ആ കേസിനെ കുറിച്ച് എപ്പോഴും കീനായിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത്തരത്തിൽ ദിലീപിനെ അതിൽ പെടുത്തിയതാണെന്നും ദിലീപിനെ പെടുത്താനുള്ള കാരണം മലയാള സിനിമയിലുള്ള ജിഹാദാണ് എന്നുള്ളതായിരുന്നു ആ കേസ് സ്റ്റാർട്ട് ചെയ്ത കാലം തൊട്ട് എനിക്കുള്ള അഭിപ്രായം. അതിന് പല കാരണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് തന്നെ പല വീഡിയോസും ചെയ്യണമെന്ന് ഞാൻ പലതവണ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. സോ അതിനെക്കുറിച്ചൊക്കെ ഇനി വരുന്ന കാലങ്ങളിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ബട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ദിലീപ് ആ കേസിൽ നിന്നും അക്യൂട്ട് ആയതിനു ശേഷം ദിലീപിനെ കുറിച്ച് തന്നെ ഒരുപാട് കള്ളപ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദിലീപിനെ കുടുക്കിയേ മതിയാകൂ എന്നുള്ള രീതിക്ക് പണ്ടും അത് അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ വിധി വന്നതിന് ശേഷം, ദിലീപ് അക്യൂട്ട് ആയതിനു ശേഷം പോലും ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയ ശേഷം, അതായത് ചുമത്തപ്പെട്ട കുറ്റങ്ങളിലൊന്നും ദിലീപിനെതിരെ യാതൊരുവിധ തെളിവുമില്ല എന്ന് വിട്ടയക്കപ്പെട്ട ശേഷവും ദിലീപിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ഡിമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തെക്കുറിച്ച് കുറ്റം പറയാൻ വേണ്ടിയിട്ട് കൂടുതൽ ശ്രമം എല്ലാ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. അതിന് മുഖ്യമായിട്ടുള്ള കാരണം ഇതിൻ്റെ എല്ലാം പിന്നിൽ നടക്കുന്ന മലയാളം സിനിമയിലുള്ള ജിഹാദ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് രായപ്പനായിക്കോട്ടെ, രായപ്പനെ താങ്ങുന്ന ബാക്കിയുള്ള ആൾക്കാരായിക്കോട്ടെ, ആരായാലും. സോ ഈ ട്രെയിലർ എന്ന് പറയുന്നത് തീ ഐറ്റം, തീ, അതായത് ഇത്രയും കാലം മമ്മൂട്ടി സിനിമയ്ക്കും മോഹൻലാൽ സിനിമയ്ക്കും ഒരു ഇല്ലാത്തൊരു ഹൈപ്പ് കൊടുത്ത് പൊങ്ങച്ചം പറഞ്ഞ പോലെയല്ല ഈ സിനിമയുടെ ട്രെയിലർ എന്ന് പറയുന്നത്. സിനിമ എന്തോ ആയിക്കൊണ്ട് പോട്ടെ, സിനിമ അത് എങ്ങനെയാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സിനിമ കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ട്രെയിലർ എന്ന് പറയുന്ന സംഭവം ഇറ്റ്സ് അബ്സല്യൂട്ട്ലി മാലപ്പടക്കം. അതാണ് സംഭവം. അവർ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത് പോലെ, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ദിലീപിൻ്റെ ഈ പപ്പ എന്ന സിനിമയുടെ ആദ്യത്തെ ട്രെയിലർ ഇറങ്ങുന്നത് ഇപ്പോഴൊന്നുമല്ല. ഇത് ഫൈനൽ ട്രെയിലറാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഫസ്റ്റ് ട്രെയിലർ ഇറങ്ങിയത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു. അപ്പോഴൊന്നും വലിയ ഹൈപ്പോ അല്ലെങ്കിൽ ഈ സിനിമയുടെ ട്രെയിലർക്ക് തന്നെ വലിയ ഒരു അപ്രീസിയേഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ദിലീപിൻ്റെ ഈ വേർഡിക്റ്റ് വരാൻ വേണ്ടി അവർ കാത്തിരുന്നത് പോലെ, അവർ ജയിക്കുമെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഇറങ്ങിയതിന് ശേഷം ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാമടാ എന്ന് ദിലീപ് കാത്തിരുന്ന പോലെയായിരുന്നു ഈ ട്രെയിലറുടെ എന്താ പറയുക കട്ട്സ് ആയാലും അതിൽ ആ കട്ട് ചെയ്തിരിക്കുന്ന എക്സാക്ട് ഡയലോഗ്സ് ആയാലും. ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പൊളിക്കണം. എല്ലാവരുടെയും കണ്ണുകളിൽ നീ മിന്നി മിന്നി തിളങ്ങണം. ദിലീപ് വിജയശ്രീയായിട്ട് വന്നു എന്നുള്ള ആ ഒരു കണ്ടന്റ് അതിൽ എടുത്ത് പറയുന്നുണ്ട്. ഇനി എല്ലാവരും എന്നെ മാത്രം ശ്രദ്ധിക്കാൻ പാടുള്ളൂ, ഇനിയാണ് ഞാൻ ഇനി കളിക്കാൻ പോകുന്നത് എന്ന് ദിലീപ് പറയുന്നത്. അതായത് തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചവർക്കെല്ലാം ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞു, ഇനിയാണ് നിങ്ങൾക്കിട്ടുള്ള പണി തരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് ശരിക്കും കാണിച്ചു തരും എന്നുള്ള രീതിക്ക്. അത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഒരു 10-20 ആൾക്കാർ കൂടി ഒരാളിനെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്ന സമയത്ത് അയാൾ ഒറ്റയ്ക്ക് തിരിച്ചു വന്ന് ഈ 10-20 പേരെയും ചവിട്ടി താഴ്ത്താൻ പറ്റുമെങ്കിൽ അത് അയാളുടെ കഴിവ് തന്നെയാണ്. ആ കഴിവ് ദിലീപിന് ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് ദിലീപ് ഈ പടത്തിൽ പ്രകടമാക്കിയിരിക്കുകയാണ്. അതായത് ഈ വേർഡിക്റ്റ് എങ്ങനെ വരും എന്നുള്ളത് ആർക്കും അറിയില്ല. എന്നിട്ട് പോലും ഈ പടത്തിൽ മുൻകൂട്ടി തന്നെ അവർ ആ ഡയലോഗുകളെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദിലീപ് ജയിച്ചു വരും, ജയിച്ചു വന്നതിന് ശേഷം നമ്മൾ കാണിച്ചു തരാം എന്നുള്ള രീതിക്കായിരുന്നു. രാമലീലയിലും ഇതേപോലെ ചില എന്താ പറയുക ഡയലോഗ്സ് എല്ലാം ഉണ്ടായിരുന്നു ദിലീപിൻ്റെ ഭാഗം പറയാൻ വേണ്ടിയിട്ട്. കാരണം ദിലീപിന് അയാളുടെ സൈഡ് പറയാനായിട്ട് അയാളുടെ സിനിമകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മീഡിയാസ് ഒരിക്കലും അയാൾക്കൊരു ചാൻസ് കൊടുത്തിരുന്നില്ല. അല്ലെങ്കിൽ അയാൾക്കെതിരെയാണ് എല്ലാ പ്രോപ്പഗൻഡയും നടന്നുകൊണ്ടിരുന്നത്. ദിലീപിനെ താഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അയാൾക്ക് പറയാനുള്ളത് ആ സിനിമകൾ മാത്രമായിരുന്നു. രാമലീലയിൽ ഇത് പറഞ്ഞു, അതോടെ അയാൾ അത് നിർത്തി. പിന്നെ ബാക്കിയുള്ള സിനിമകളിൽ മുഴുവനും സാധാരണ ഒരു നടനെ പോലെയായിരുന്നു അദ്ദേഹം എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വേർഡിക്റ്റ് വന്ന സമയം ഇറങ്ങുന്ന ഈ സിനിമ എല്ലാത്തിനും വേണ്ടി കാത്തു സൂക്ഷിച്ച അവസാനത്തെ എന്താ പറയുക ആവനാഴിയിലെ അവസാനത്തെ ബ്രഹ്മാസ്ത്രമായിട്ടാണ് ദിലീപ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ പറയാനുള്ളത്. പിന്നെ അവസാനത്തെ ക്യാമിയോ അല്ല, അവസാനത്തെ മോഹൻലാലിൻ്റെ എൻട്രി, ഇതുവരെ മോഹൻലാൽ ചെയ്തിട്ടുള്ള എൻട്രി, മോഹൻലാലിൻ്റെ സ്വന്തം സിനിമകളിൽ പോലും ഇത്തരത്തിലൊരു എൻട്രി മോഹൻലാൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, അതായത് പുലിമുരുകനാകട്ടെ അല്ലെങ്കിൽ എമ്പുരാനാകട്ടെ തമ്പുരാനാകട്ടെ വാട്ട് എവർ ഇറ്റ് ഈസ്, ആ സിനിമകളിലൊന്നും മോഹൻലാലിന് കിട്ടാത്തൊരു ശരിക്കുള്ളൊരു ഹൈപ്പ് ഈ ട്രെയിലറിൽ
കിട്ടിയിട്ടുണ്ട്. അത് സിനിമയിലും ഉണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒന്നാമത് ഈ ട്രെയിലറിലെ സിനിമാറ്റോഗ്രാഫി. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. എനിക്ക് സിനിമാറ്റോഗ്രാഫിയോട് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഫോട്ടോഗ്രാഫറായി മാറിയ ഒരു ആളായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമാറ്റോഗ്രാഫിയിൽ ഞാൻ എന്താ പറയുക കീനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഇന്ത്യൻ സിനിമയിൽ സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്താണ്, അത് 2014-15 ശേഷമൊക്കെയാണ് ശരിക്കും സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്ന ആസ്പെക്റ്റായിട്ട് തന്നെ റിയലൈസ് ചെയ്ത് ജനങ്ങളത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അത്രയ്ക്കുള്ള നല്ല നല്ല സിനിമാറ്റോഗ്രാഫേഴ്സ് വരാൻ തുടങ്ങിയത്. അതും അങ്ങനത്തെ സിനിമാറ്റോഗ്രാഫേഴ്സ് എല്ലാം വന്നു തുടങ്ങിയത് മലയാളത്തിൽ നിന്നാണ് എന്നുള്ളത് നമുക്ക് എപ്പോഴും അഭിമാനിക്കാം. സോ ഈ സിനിമയിലെ സിനിമാറ്റോഗ്രാഫി, പ്രത്യേകിച്ച് ഈ അനമോർഫിക് ലെൻസ് ഉപയോഗിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ലൈറ്റിങ്സ്, അബ്സല്യൂട്ട്ലി എന്താ പറയുക ഇംപ്രസീവായിട്ട് ലോക്കി ഡാർക്ക് ടോണിലാണ്. അത് ഈ സിനിമയുടെ എന്താ പറയുക ക്യാരക്ടറിന് വേണ്ടി പർപ്പസീവായി ചൂസ് ചെയ്താണെന്നാണ് എൻ്റെ വിശ്വാസം. ഡാർക്ക് ടോണിൽ പെർഫെക്റ്റ് ആയിട്ട് സബ്ജക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വൺ ലൈറ്റ് ലൈറ്റിംഗ് എന്നൊക്കെ പറയും. കളറിങ് ആവട്ടെ, അബ്സല്യൂട്ട്ലി ബ്രില്യൻ്റ് ആയിട്ടാണ് ഈ ട്രെയിലർ എനിക്ക് തോന്നുന്നത്. ഇത് ദിലീപ് എന്നുള്ള ഒരാളെ പുകഴ്ത്താൻ വേണ്ടിയിട്ടില്ല. ആ സിനിമയുടെ കണ്ടന്റ് തന്നെ, ട്രെയിലറുടെ കണ്ടന്റ് തന്നെ അതൊരു വേറൊരു തലത്തിലേക്കാണ് പോയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ദിലീപിൻ്റെ സിനിമകളിൽ സാധാരണ കാണാത്ത ഒരു സിനിമാറ്റോഗ്രാഫി സ്റ്റൈൽ, ഒരു എഡിറ്റിംഗ് സ്റ്റൈൽ, അതെല്ലാം ഈ സിനിമയിൽ കാണാൻ പറ്റും, ഈ ട്രെയിലറിൽ കാണാൻ കഴിയുന്നുണ്ട്. സിനിമയിൽ അത് എത്രത്തോളം സെയിം ലെവലിൽ അപ്ലൈ ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ട്രെയിലറുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ദിലീപിനെ ഇതുവരെയും തോൽപ്പിക്കാൻ ശ്രമിച്ച എല്ലാ സിനി ജിഹാദി ഗുണ്ടകൾക്കുമുള്ള തിരിച്ചടിയാണ് എന്നുള്ളത് നന്നായിട്ട് അറിയുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും ന്യൂസ് ചാനലുകളിലും മറ്റെല്ലാം വന്നിട്ട് ഈ ജിഹാദി ഗ്രൂപ്പിൽ 1-2 കണ്ണികളെല്ലാം വന്ന് ദിലീപായിട്ടിനെ ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചിരുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്ന നിലപാടുകൾക്ക് മാറ്റി കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം ദിലീപ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇതുവരെയും ഇവിടെ ഈ ജിഹാദികൾ കാണിച്ചു വെച്ച എല്ലാ അടവിനുള്ള പണി കിട്ടുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. സോ വാട്ട് എവർ ദാറ്റ് ഈസ് പൊളിറ്റിക്സ് അസൈഡ്, ഈ സിനിമയിൽ ഓരോ ഡയലോഗ്, ഞാൻ തിരിച്ചു വരുമെന്നുള്ള രീതിക്കുള്ള ഡയലോഗ്, ഇനി എല്ലാം എന്നെ നോക്കി ഉണ്ടാവണം, അല്ലെങ്കിൽ എല്ലാവരും ഇനി നിന്നെ ശ്രദ്ധിക്കുന്ന പോലെ ആയിരിക്കണം, ഇനി നിന്റെ വരവ് എന്നുള്ള പറയുന്ന ആ ഡയലോഗെല്ലാം മാസ് 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 കൊല മാസ്. ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പുളിക്കണം. എല്ലാവരുടെയും കണ്ണുകളിൽ നീ മിന്നി മിന്നി തിളങ്ങണം. സാധാരണ ദിലീപിനെ ഞാനൊരു മാസ് ഹീറോ ആയിട്ട് ഒരിക്കലും കണക്കാക്കിയിട്ടില്ല. ദിലീപ് ഒരു ഓർഡിനറി ആക്ടറാണ്, കമീഡിയൻ, ഓൾറൗണ്ടറാണ്. ദിലീപ് എല്ലാം ചെയ്യും. ദിലീപിന് ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടേഴ്സ് ഇല്ല. മോഹൻലാലിനെ പോലെയോ മമ്മൂട്ടിയെ പോലെയോ അല്ലെങ്കിൽ കമൽഹാസനെ പോലെയോ അഭിനയത്തിൻ്റെ അറ്റം എത്തി കണ്ട ആൾക്കാരൊന്നുമല്ല. അതൊക്കെ നമുക്ക് സമ്മതിച്ചു തരാൻ പറ്റും. പക്ഷേ എന്താ പറയുക, ദിലീപിന് പറ്റിയ ക്യാരക്ടർ അല്ലെങ്കിൽ ദിലീപ് ചെയ്യുന്ന ക്യാരക്ടർ അത് ദിലീപേ ചെയ്യാൻ പറ്റുള്ളൂ. ദിലീപ് ഇതുവരെ ചെയ്തിട്ടുള്ള ഏത് ക്യാരക്ടറായാലും നന്നായി ശ്രദ്ധിച്ച് നോക്കൂ, അത് മോഹൻലാലോ മമ്മൂട്ടിയോ കമൽഹാസനോ ആര് ചെയ്താലും അത്രയും നന്നാവില്ല. അതാണ് ദിലീപിൻ്റെ കഴിവ്. ദിലീപിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് കീപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു പൊസിഷൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. അത് ദിലീപിന് മാത്രമേ കിട്ടുകയുള്ളൂ. അത് ദിലീപിൻ്റെ കഴിവ് തന്നെയാണ്. ഞങ്ങൾ എത്ര തന്നെ അയാളെ കുറ്റം പറഞ്ഞാലും ശരി, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ദിലീപ് എന്നുള്ള പേഴ്സണാലിറ്റിയുടെ ഒരു ക്വാളിറ്റി ഉണ്ട്. അയാൾക്ക് പറ്റിയ ക്യാരക്ടർ അയാൾ ചെയ്യുമ്പോൾ അത് അയാൾക്ക് മാത്രമേ ചെയ്യാൻ കഴിവുള്ള സിനിമയ്ക്ക് മാറ്റാനുള്ള ഒരു കഴിവ് അയാൾക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞിക്കുനനാവട്ടെ അല്ലെങ്കിൽ മീശമാധവനാവട്ടെ, അതെല്ലാം ദിലീപ് ചെയ്തിട്ടുണ്ടെങ്കിലേ നന്നാവുള്ളൂ. വേറെ ആര് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി എ ബ്ലണ്ടർ, അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു വലിയ സംഭവം ആയിരിക്കില്ല. സോ ദിലീപ് അങ്ങനെയുള്ളൊരു ദിലീപിൻ്റെ മാസായിട്ടുള്ളൊരു മുഖം കൂടിയാണ് നമ്മൾ കണ്ടത് റൺവേ. ദിലീപിനൊക്കെ ഒരു മാസ് ഹീറോ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തേക്കാണ് റൺവേ പോലെയുള്ള സിനിമകൾ വരുന്നത്. ദിലീപിന് മാസ് സിനിമകൾ ചെയ്യാൻ കഴിയും. അതായത് മോഹൻലാൽ ചെയ്യുന്ന പോലെയുള്ള മാസൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ദിലീപിന് മാസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് റൺവേ പോലെയുള്ള സിനിമകളിൽ മനസ്സിലായതാണ്. ഈ പടം എന്ന് പറയുന്നത് മോഹൻലാലിനെ പോലെ തന്നെ ദിലീപ് ഒരു മാസ് ഹീറോ ആകാൻ പറ്റുമെന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതായത് മോഹൻലാൽ എൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ അടുത്ത മാസ് ഹീറോ പറയാനുള്ളത് ദിലീപാണ് എന്ന് കൈമാറി കൊടുക്കുക, അങ്ങനെയുള്ളൊരു ചടങ്ങാണ് ഈ സിനിമ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിന് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം ദിലീപും ലാലേട്ടനും ചേർന്നുള്ള ആ അവസാനത്തെ ഒരു 5-6 ക്ലിപ്സ് ഒന്നാമത് ഷോർട്സ് ഭയങ്കര സ്പ്ലെൻഡിഡ് ആയിട്ടുള്ള ഷോർട്സ് ആണ്. ആ ഗോൾഡൻ ലൈറ്റ് ഹവേഴ്സിലുള്ള ഷോർട്സ് ആവട്ടെ, വണ്ടർഫുൾ ഷോർട്സ് പോകെ രണ്ടുപേരുടെയും സിങ്ക് എന്ന് പറഞ്ഞാൽ ആ 2-3 ക്ലിപ്സ് നോക്കൂ. രണ്ടുപേരും നടന്നു വരുന്നതും തിരിയുന്നതും കാറിൽ ജീപ്പിൽ പോകുന്നതെല്ലാം ആ അവരുടെ മേക്കപ്പ് ആകട്ടെ, രണ്ടുപേരുടെയും ഒരു ബോഡി ലാംഗ്വേജിൻ്റെ ഒരു സിങ്ക് ഉണ്ട്, പെർഫെക്റ്റ്ലി റിതമാറ്റിക്. അത് കട്ട് ചെയ്ത് പെട്ടെന്ന് ജമ്പ് കട്ടിൽ നമുക്ക് പോവുകയാണെങ്കിലും ഞങ്ങളൊന്ന് സ്ലോ മോഷൻ ചെയ്ത് നോക്കും, അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് അവരുടെ ബോഡി ലാംഗ്വേജ് സിങ്ക് ചെയ്ത് പോകുന്ന ഒരു ഷോർട്സ് നമുക്ക് അവിടെ കാണാൻ കഴിയും. സീരിയസ്ലി. സോ ദിലീപിൻ്റെ എന്താ പറയുക ഒരു മാസ് തിരിച്ചു വരവായിരിക്കും. നമുക്ക് നന്നായിട്ടറിയാം രായപ്പനും കൂട്ടരെല്ലാം ചേർന്ന്, ഈ ജിഹാദി കൂട്ടങ്ങളെല്ലാം ചേർന്ന് ലാലേട്ടന് എത്രത്തോളം തരം താഴ്ത്താൻ പറ്റുമോ അത് നമ്മളുടെ ദിലീപ് പോയതിനു ശേഷം ലാലേട്ടനെ ഒരു ഹിന്ദു ചായ്വുള്ള എല്ലാ അഭിനേതാക്കളുടെയും തരം താഴ്ത്താനും അവരെ ഇൻഡസ്ട്രി വിട്ട് പുറത്താക്കാനും ഒരു കൂട്ടം ആൾക്കാർ, ഒരു ജിഹാദി കൂട്ടം തന്നെ മലയാള സിനിമയിൽ
ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. അതിലൊരു എന്താ പറയുക സഫലരായിട്ടുമുണ്ട്. ഹരിശ്രീ അശോകനാവട്ടെ, സായ് കുമാർ ആകട്ടെ, ജനാർദ്ദൻ സാറാകട്ടെ, എല്ലാവരെയും എന്താ പറയുക ഇൻഡസ്ട്രിയിൽ തന്നെ പുറത്താക്കാനുള്ള എല്ലാ വഴികളും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം വന്ന് ദിലീപ് ലാലേട്ടനെ പോലും പുറത്താക്കാനുള്ള ഘട്ടം വരയ്ക്കും അവർ എത്തി. ലാലേട്ടൻ എന്താ പറയുക കരിവാരി തേക്കാൻ വേണ്ടി ലാലേട്ടൻ്റെ അടുത്ത് കഥ പറയുന്ന പോലെ കഥ പറഞ്ഞ് വേറൊരു കഥയിൽ അഭിനയിപ്പിച്ച് ലാലിൻ്റെ ഇമേജിനെ തന്നെ ക്രാഷ് ചെയ്യാൻ ശ്രമിച്ച ഒരു കാര്യം നമ്മൾ കണ്ടതാണ്, നേരിട്ട് തന്നെ കണ്ടതാണ്. എമ്പുരാൻ പോലുള്ള ഒരു സിനിമ എടുത്തിട്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കുന്ന സമയത്ത് ലാലേട്ടനെ ഇമേജ് മുഴുവൻ ലാലേട്ടനെ എല്ലാവരും കൂടി വെറുക്കാനുള്ള ലെവലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള രീതിക്ക് ലാലേട്ടൻ്റെ ഇമേജ് ക്രാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു ആ സിനിമയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ആ എന്താ പറയുക പ്രയത്നങ്ങൾക്കെല്ലാം തിരിച്ചടിക്കുന്ന പോലെ ലാലേട്ടൻ്റെ കൂടി ഒരു തിരിച്ചു വരവായിരിക്കും ഈ സിനിമ. അതായത് ഞങ്ങളുടെ ഗ്യാങ് തിരിച്ചു വരുന്നു, ഇനി നിങ്ങളവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മലയാള സിനിമയിലെ ജിഹാദി ഗുണ്ടകൾക്കുള്ള ഒരു ചെരുപ്പടി ഉത്തരമായിരിക്കും ഈ സിനിമ എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. സ്പ്ലൻഡഡ്ലി വണ്ടർഫുൾ ട്രെയിലർ. എന്താ പറയുക ഞാൻ സത്യം പറയില്ല, ഞാനിതുവരെയും ഇങ്ങനെ ഒരു സാധാരണ ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക മോഹൻലാൽ മുമ്പേ എമ്പുരാൻ്റെ ഫസ്റ്റ് പാർട്ട് കാണുമ്പോൾ പോലും എനിക്ക് ഇങ്ങനെ ആ ട്രെയിലർ കാണുമ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ള ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് ദിലീപ് ഈ 9 വർഷത്തോളം പോരാടി തിരിച്ചു വന്നിരിക്കുന്നു. തിരിച്ചു വന്നതിന് ശേഷം അതേപോലെ തന്നെ ഏത് സിനിമയിലാണോ തൻ്റെ സ്ഥാനം ഇവരെല്ലാം തൂക്കി താഴെയിട്ടത്, അതേ സിനിമയുടെ ഇൻഡസ്ട്രിയിൽ ഒരു സിംഹാസനം ഇട്ട് ഇരിക്കാനുള്ള തയ്യാറെടുപ്പോടെ ദിലീപ് കാത്തിരുന്നൊരു സിനിമയാണ് ഇത് എന്നുള്ളത് ദിലീപ് കാണിച്ചു തരുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൽ വിനീത് ശ്രീനിവാസൻ പിന്നെ അവൻ്റെ അനിയനും ഇവർ രണ്ടുപേർക്കും ഒരുപാട് എന്താ പറയുക ചീത്തപ്പേരുണ്ട്. നെപ്പോട്ടിസം കാരണം ഉള്ളി വന്നവരാണ് അവർ രണ്ടുപേരും. അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് അനിയനും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, ധ്യാൻ ശ്രീനിവാസൻ. പക്ഷേ ഈ വിനീത് ശ്രീനിവാസനാകട്ടെ, വിനീത് ശ്രീനിവാസനും ഇവരുടെ കൂടെയെല്ലാം നിന്നതിന് വേണ്ടി തന്നെ നിവിൻ പോളി, നമ്മളുടെ അവൻ്റെ പേരെന്താണ് അജു വർഗീസ്, ഇവർ എല്ലാവരെയും ഇൻഡസ്ട്രിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടാണ്. അവരെല്ലാവരും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നതാണ്. പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റില്ലെങ്കിലും ഈ ജിഹാദി ഗ്രൂപ്പിൻ്റെ ഉൾക്കളിയാണ് അതെല്ലാം എന്ന് എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, മോഹൻലാൽ, ഇങ്ങനെ ഈ ജിഹാദികളെ കൊണ്ട് പൊറുതിമുട്ടി അല്ലെങ്കിൽ പിന്തള്ളപ്പെട്ട എല്ലാ സ്റ്റാർസും ഒന്നിച്ചു ചേർന്ന് ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു, ഇനിയാണ് ഞങ്ങളുടെ കളി എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ് ഈ സിനിമ എന്നുള്ളത് നല്ലവണ്ണം മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഐ റിയലി ലവ് ദ ട്രെയിലർ ആൻഡ് ഐ വുഡ് ലവ് ടു സീ ദ മൂവി ഇൻ തിയേറ്റേഴ്സ്. ഇതൊരു എന്താ പറയുക തിയേറ്റർ കത്തിക്കുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ളത് യാതൊരുവിധ സംശയവുമില്ല. ദിലീപിനെ ജീവിതത്തിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചതുപോലെ തന്നെ സിനിമയും തോൽപ്പിക്കാൻ ശ്രമിച്ച എല്ലാവർക്കുമുള്ള ചെറുപടി ഉത്തരമാണ് ഈ ട്രെയിലറും ദിലീപിൻ്റെ ആ കേസിൽ വേർഡിട്ടും. ദിലീപ് ഗോയിങ് ടു ഡു ഇറ്റ് വൺസ് അഗെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലാലേട്ടൻ. ലാലേട്ടനും ദിലീപും കൂടി തിയേറ്റർ കത്തിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ട്രെയിലർ തീ. നന്ദി, നമസ്കാരം. ഞാൻ ജീവൻ കുമാർ വിശ്വകർമ്മ. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എലിയൻ ബ്രെയിൻ മലയാളം.